എല്ലാവർക്കും കേളി മീഡിയയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ ദുർഗ സീരിയലിന്റെ ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് പോയാലോ? അങ്ങനെ പൂർണിമയെ എല്ലാവരും എതിർത്ത് സംസാരിക്കുന്നു. അപ്പൊ പൂർണിമ പറയും, ഇനി ആരും ഒന്നും പറയണ്ട, ഇനി ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ എന്ന് പറയും. നിങ്ങൾക്ക് എന്നെ എന്നിട്ട് പൂർണിമ പറയും, ഇനി ഞാനൊരു കാര്യം പറയാം, നിങ്ങൾ അത് കേൾക്കൂ എന്ന് പറയും. എന്നിട്ട് പറയും, ഇതിപ്പോ ഞാൻ ഇവിടുത്തെ പൈസ എടുത്ത് മുടക്കുന്നതിലല്ലേ നിങ്ങൾക്കൊക്കെ എതിർപ്പ്, പക്ഷെ എന്റെ ശമ്പളം, എന്റെ പൈസ അതെടുത്ത് മുടക്കി ആർക്കെങ്കിലും എന്തെങ്കിലും എതിർപ്പുണ്ടോ എന്ന് ചോദിക്കും. അപ്പൊ എല്ലാവരും ഒന്ന് ഞെട്ടിത്തെരിക്കുകയെ കൃഷ്ണയും ദുർഗയും കിരണും ആണെങ്കിൽ ഇത് കല്യാണം മുടങ്ങി പോവല്ലോ എന്ന് ഓർത്ത് ആലോചിച്ചിരിക്കുമ്പോഴാണ് നമ്മുടെ പൂർണിമയുടെ അടുത്തേത്. കാരണം പൂർണിമ തന്നെ അത് അടിപൊളിയായി നടത്തുന്നത് തന്നെ ഉറപ്പ് കൊടുക്കുകയാണ്. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് പറയും. പൂർണിമ പറയും, ഇപ്പോഴാണ് എനിക്ക് എന്നെ തന്നെ മനസ്സിലായത്, ഞാൻ ആർക്ക് വേണ്ടിയാണോ ഇതൊക്കെ ചെയ്തത് അവരുടെ കയ്യിൽ നിന്ന് തന്നെ എനിക്ക് ഇതെല്ലാം കിട്ടി, എനിക്ക് ഇത് തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് പൂർണിമ അങ്ങ് വിഷമത്തോടു കൂടി അങ്ങ് പോവുകയെ. അങ്ങനെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. പിന്നെ ദുർഗയും കിരണും കൂടെ റൂമിലെത്തും. അപ്പൊ കിരൺ പറയാ, ചേച്ചീനെ എല്ലാവരും കൂടി എന്തൊക്കെയാ പറഞ്ഞു, ചേച്ചി ഈ വീട്ടുകാർക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തു, ആരും അത് മനസ്സിലാക്കിയില്ലല്ലോ എന്ന് പറയാം. അപ്പൊ ദുർഗ പറയും, ഇവിടെയുള്ളവർക്ക് പിന്നെ കിരൺ സ്നേഹമൊന്നുമല്ല വേണ്ട, സ്വത്തും പണവും മാത്ര. അത് കുറച്ച് കുറഞ്ഞു പോകുമ്പോഴുള്ള വിഷമങ്ങളും അവരുടെ ഉള്ളിൽ ഇതൊക്കെയാണ് പുറത്തേക്ക് വന്നത്. ചേച്ചി പാവം നമുക്ക് വേണ്ടിയാണല്ലോ ഇതൊക്കെ ഏറ്റുവാങ്ങേണ്ടി വന്നതെന്ന് ഓർക്കുമ്പോൾ വളരെ സങ്കടമുണ്ടെന്ന് കിരൺ പറയാണ്. എനിക്കാണെങ്കിൽ ആകെ ദേഷ്യം വന്നിട്ട് വയ്യായിരുന്നു, പക്ഷെ എന്ത് ചെയ്യാനാ, നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നൊക്കെ കിരൺ പറയും. പൂർണ്ണിമേച്ചിയാണെങ്കിൽ ആകെ വിഷമിച്ചിരിക്കുകയായിരിക്കും, ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും എന്നൊക്കെ പറഞ്ഞിരിക്കുക. അപ്പൊ ദുർഗ പറയും, കിരൺ ഇപ്പൊ ചേച്ചിയുടെ കാര്യം മാത്രമേ സംസാരിക്കുന്നുള്ളൂ, നമ്മുടെ കാര്യം എന്താ ഓർക്കാത്തത്, ചേച്ചി പറഞ്ഞൊരു കാര്യം ശ്രദ്ധിച്ചില്ല, നമ്മുടെ കല്യാണം നടത്തുന്നത്. അപ്പൊ ചേച്ചിയുടെ മനസ്സിൽ എന്തോ കാര്യം തട്ടിയിട്ടുണ്ട്, കാരണം നമ്മൾ ഭാര്യ ഭർത്താവല്ലാന്ന് ചേച്ചി എങ്ങനെയോ മനസ്സിലാക്കിയിട്ടുണ്ട്, അതുകൊണ്ടാണ് ചേച്ചി ഇങ്ങനെയൊക്കെ പറയുന്നത്. അപ്പൊ ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും, എങ്ങനെയെങ്കിലും ഈ കല്യാണം മുടക്കിയേ പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മൾ ചേച്ചിയുടെ മുമ്പിൽ ഇനി നല്ല ഇതായിട്ട് അഭിനയിച്ച് തെളിവുകളും എല്ലാം നിരത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ കല്യാണം നടക്കത്തില്ല. അപ്പൊ കിരണാണെങ്കിൽ ഈ കല്യാണം നടക്കണം എന്നൊക്കെയുണ്ട്, പക്ഷെ ദുർഗ അങ്ങനെ പറയാം. അപ്പൊ കിരൺ ഇങ്ങനെ എന്താ പറയാ, മനസ്സില്ലാ മനസ്സോടെ പറയും, ശരി എന്നാ അങ്ങനെ തന്നെ ആട്ടെ എന്ന്, അങ്ങനെ തന്നെ നടക്കട്ടെ എന്നുള്ള രീതിയിൽ പറയുവേ. പിന്നീടാണെങ്കിൽ നമ്മുടെ ചന്ദ്രമതിയും എല്ലാരും കൂടെ അവിടെ ഇരുന്ന് വർത്താനം പറയണം. അപ്പൊ ഗിരിജ പറയും, ചേച്ചി പറഞ്ഞത് നന്നായി, ഇങ്ങനെ തന്നെ വേണം പറയാൻ, ആ പൂർണ്ണിമയ്ക്ക് അങ്ങനെ വിട്ടുകൊടുക്കരുത്, കിരണിനും അവർക്കൊന്നും അങ്ങനെ കല്യാണം നടത്തേണ്ട കാര്യമില്ല, നിങ്ങൾ പറഞ്ഞത് നന്നായി എന്ന് പറയും. അപ്പം മുത്തശ്ശിയും ദുർഗയുടെ അച്ഛനും കൂടെ അങ്ങോട്ടേക്ക് വരും. ഗിരിജ എന്തൊക്കെയാണ് നീ പറഞ്ഞു കൊടുക്കുന്നത്, ഈ കുശുമ്പും കുന്നായ്മയും മാത്രമേ ഉള്ളൂ എന്ന് ചോദിക്കും. ഞങ്ങൾ പോവാ, നീ വരുന്നില്ലേ എന്ന് ചോദിക്കും. അപ്പൊ ഉടനെ അശ്വത പറയാം, അമ്മായി ഇപ്പൊ വരുന്നില്ല, നിങ്ങൾ പൊക്കോന്ന് പറയാം. അപ്പൊ അഞ്ജുനോട് എന്ത് പറയണം എന്ന് ചോദിക്കും. അപ്പൊ അശ്വത പറയാം, അത് ഞാൻ അഞ്ജുവിന്റെ അടുത്ത് വിളിച്ച് പറഞ്ഞോളാം എന്ന് പറയും. അങ്ങനെ അവരങ്ങ് പോവുകയെ. പിന്നീട് വീണ്ടും ചന്ദ്രമതിയെ നമ്മളെ വസുമതിയും ഗിരിജയും അശ്വതയും കൂടെ എരിവേറ്റി കൊടുത്തോണ്ടിരിക്കുക. ഇങ്ങനെ വിട്ടാൽ ശരിയാകത്തില്ല, ഇങ്ങനെ തന്നെ ഇറക്കണം, എതിർത്തില്ലെങ്കിൽ നാളെ അവര് ഈ ഇന്ദ്രപ്രസ്ഥം മുഴുവൻ കൈക്കലാക്കി കൊണ്ടുപോകും, ലാസ്റ്റ് ദുർഗയായിരിക്കും ഇവിടുത്തെ ഭരണാധികാരി എന്ന് പറയും. അപ്പൊ ഗിരിജ പറയാ, ഈ ദുർഗയെ ചേച്ചിക്ക് അറിയാത്തത് കൊണ്ടാണ്, അവൾ ആരാണെന്ന് ഞങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ ഉടനെ ചന്ദ്രമതി പറയും, പിന്നെ അങ്ങനെ എങ്ങാനും ഇന്ദ്രപ്രസ്ഥത്തിന് അവകാശിയായിട്ട് വന്നാൽ ഞാൻ അവളെ അങ്ങ് കൊല്ലുമെന്ന് പറയേ. അങ്ങനെ പിന്നീട് അവരെല്ലാരും അങ്ങ് പിരിഞ്ഞു പോകും. ഇതേ സമയത്ത് പൂർണ്ണിമയാണെങ്കിൽ ആകെ വിഷമിച്ച് കരഞ്ഞ് ഇങ്ങനെ ഇരിക്കുക. അപ്പൊ മഹാദേവൻ വരുവേ. മഹാദേവൻ വന്നിട്ട് പറയും, മോളെ കരയരുത്, എനിക്കൊന്നും ആശ്വസിപ്പിക്കാൻ പോലും പറ്റുന്നില്ലല്ലോ, എനിക്ക് വേണ്ടിയാണല്ലോ നീ ഇതൊക്കെ ചെയ്തതെന്ന് ഓർക്കുമ്പോഴാണ് എനിക്ക് സങ്കടം, എന്നിട്ട് പോലും മോൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്ന് പറയും. എനിക്ക് വേണ്ടി അവരോട് എല്ലാവരോടും ക്ഷമിക്കാൻ പറയേ. അപ്പൊ പൂർണ്ണിമ പറയേ, അതല്ല ചെറിയച്ഛൻ, ഞാൻ എല്ലാവർക്കും വേണ്ടി ഓരോന്നും ചെയ്തിട്ട് എനിക്ക് ഇതാണല്ലോ കിട്ടിയത് എന്ന് ഓർക്കുമ്പോഴാണ് എന്റെ സങ്കടം എന്ന് പറയാം. ആരും എന്റെ വാക്കിന് ഒരു വില പോലും കൽപ്പിച്ചില്ലല്ലോ, എല്ലാവരും എതിർത്തില്ലേന്ന് ചോദിക്കുകയാണ്. അപ്പൊ പറയും, അപ്പോഴാണ് ആശ്രിത മോളിൽ നിന്ന് ഇതെല്ലാം കേൾക്കുന്നത്. അപ്പൊ പിന്നെ മോള് വിഷമിക്കരുത്, എനിക്ക് വേണ്ടി ഇത് ചെയ്തതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ നമ്മുടെ പൂർണ്ണിമ പറയും, എങ്ങനെയും കിരണിനെയും ദുർഗയും ഇവിടുന്ന് പറഞ്ഞു വിടണം, അത് ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ വേണം ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്, അത് ഈ ഇന്ദ്രപ്രസ്ഥത്തിന് വീടിന്റെ മാനം രക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്, ചെറിയച്ഛനെ അറിയാലോ എന്ന് പറയാം. അതേ മോള് വിഷമിക്കരുത്, മോൾ എനിക്ക് വേണ്ടിയാണ് ഇതൊക്കെ ചെയ്തതെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ്. മോൾ ഒരിക്കലും കരയില്ല, അത് എന്നെ ഓർത്ത് ഇതെല്ലാം വിട്ടേക്കാൻ പറയുകയെ. അങ്ങനെ പൂർണ്ണിമ ഇങ്ങനെ, അപ്പൊ അശ്വതയ്ക്ക് മനസ്സിലാവും എന്തോ ഇതുണ്ടെന്ന്. അങ്ങനെ അശ്വത ഉടനെ പൃഥ്വിയുടെ അടുത്തേക്ക് ചെല്ലും. അപ്പൊ പൃഥ്വിയാണ് ലാപ്ടോപ്പിൽ എന്തോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അശ്വത ചോദിക്കും, നിങ്ങൾ എപ്പോഴും ഇതും പിടിച്ചുകൊണ്ടിരുന്നാൽ മതി എന്ന് പറയും. അപ്പൊ പെട്ടെന്ന് പൃഥ്വി ആകെ ദേഷ്യപ്പെട്ട്, നീ ചേച്ചിയോട് പറഞ്ഞത് ഒരിക്കലും ശരിയായില്ല, നീ ചേച്ചിയോട് ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു പറഞ്ഞു. അപ്പൊ പറയും, ഞാൻ പറഞ്ഞാൽ എന്ത് തെറ്റ്, ഞാൻ പറഞ്ഞതിൽ എന്താ തെറ്റ്, ഞാൻ ഇവിടുത്തെ മരുമോളെ, നീ ഇവിടുത്തെ മരുമോളൊക്കെ തന്നെ, അപ്പൊ ഞാൻ പറഞ്ഞതാണോ തെറ്റ്, ബാക്കിയുള്ളവർ പറഞ്ഞു, എല്ലാവരും പറഞ്ഞു തെറ്റാണ്, അപ്പൊ ചേച്ചി ചെയ്ത് തെറ്റല്ലേ എന്ന് ചോദിക്കും. ചേച്ചി പറഞ്ഞത് തെറ്റ് തന്നെ, പക്ഷെ ആരും ചേച്ചി എതിർക്കാൻ പാടില്ലായിരുന്നു. ചേച്ചി ചേച്ചി എന്റെ ചേച്ചിയാണ്, നീ എന്താ അത് മനസ്സിലാക്കാത്തെ, ചേച്ചി എതിർത്ത് എനിക്ക് ഇഷ്ടമായില്ല എന്ന് പറയും. അപ്പൊ പറയാം, ശരി ഞാൻ ഇനി അത് ചെയ്യാം. അപ്പൊ പറയും, ഇനി നീ ഒരു പ്രാവശ്യം കൂടി അത് ആവർത്തിച്ചാൽ എന്റെ സ്വഭാവം മാറുന്നു പറയും. ശരി ഞാൻ അത് ആവർത്തിക്കുന്നില്ല. പൃഥ്വി എനിക്കൊരു കാര്യം പറയണം, നീ ഇനി ഒന്നും പറയണ്ടേ എന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് അങ്ങോട്ട് ഇറങ്ങി പോവുകയെ.
എന്നിട്ട് ആഷിത നേരെ ഗിരിജയുടെ വസുമതിയുടെ അടുത്തേക്ക് ചെല്ലും. എന്നിട്ട് പറയും, അമ്മേ ഒരു കാര്യമുണ്ട്, അവര് പൂർണിമയും മഹാദേവനും കൂടെ സംസാരിക്കുന്നത് കേട്ടെന്ന് പറയും. അത് അച്ഛന് വേണ്ടിയാണ് പൂർണിമേച്ചി ഇതൊക്കെ ചെയ്തതെന്ന്. അപ്പൊ ഇവരുടെ ഇടയിൽ എന്തോ ഒരു കള്ളത്തരം ഉണ്ട്, അത് നമ്മൾ കണ്ടുപിടിക്കണം എന്ന് പറയുകയാണ്. അപ്പോഴാണ് പൃഥ്വി അതുവഴി പോകുന്നത്. പൃഥ്വി അപ്പോൾ അത് ശ്രദ്ധിക്കുകയെ പൃഥ്വിക്ക് ആകെ ഞെട്ടലാവും. കാരണം ഇവരത് കണ്ടെത്തുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പാവും. പിന്നീട് കാണിക്കുന്ന നമ്മുടെ കിരണും ധോനിമോൾ ഇങ്ങനെ അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ദുർഗ വരുന്നു. ആ സമയത്ത് പല്ലവി വരുന്നു. അങ്ങനെ പല്ലവിക്ക് പഠിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ ദുർഗ പറഞ്ഞു കൊടുക്കുന്നു. പിന്നെ കിരൺ വരുന്നു. അങ്ങനെ അവർ തമ്മിലുള്ള ഒരു കോംബോ, ഭയങ്കര സ്നേഹം, ധോനിമോളുടെ ചിരിയും കളിയും. ഈ സമയത്ത് പൂർണിമ അത് കാണുന്നു. അത് കണ്ട് ആസ്വദിച്ച് പൂർണിമ അങ്ങ് പോകുന്നു. ഇതാണ് ഇന്നത്തെ എപ്പിസോഡ്. ഇങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പൊ നാളത്തെ എപ്പിസോഡിനായി എല്ലാവരും വെയിറ്റ് ചെയ്യുക. എന്റെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. അപ്പൊ ഓക്കെ, ബൈ ബൈ, താങ്ക്